തമ്പി വന്നാട്ടെ. പറവായില്ല. അമ്മച്ചി, അമ്മച്ചി ഇരുന്നാട്ടെ. താങ്ക് യു. അമ്മച്ചിക്കറിയോ ഇദ്ദേഹം ആരാണെന്ന്? മാനവേന്ദ്രൻ, മദ്രാസിലെ കോടമ്പക്കത്ത് വന്നാളാ. വണക്കം തായി. ഇരുന്നാട്ടെ. ആ, പെങ്ങളാ. വണക്കം. മാനവേന്ദ്രൻ സാർ കഥാ തിരക്കഥ സംഭാഷണ സംവിധാനമൊക്കെ ചെയ്യുന്ന ആളാ. ഇവള് ഭയങ്കര സിനിമാ ഭ്രാന്തിയാ. മോഹൻലാൽ വലിയൊരു ആരാധിക. സാറിന്റെ പേര് ഇതിനു മുമ്പ് ഞാൻ മാസികകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് കാരണമുണ്ട്. ഞാൻ ഇതുവരെ സഹയായിരുന്നു. സഹ സംഭാഷണം, സഹ സംവിധാനം, അപ്പടി സഹയായിരുന്നോണ്ടാ ശ്രദ്ധിച്ചു കാണില്ല. എനിക്ക് മൂട്ട പൂച്ചിരിക്ക. സാർ ഏത് പടത്തിനൊക്കെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ളത്? മിഴിയോര പീലികൾ യൗവനം തുടിക്കുന്നു, എനിക്ക് കുളിര് കോരുന്നു. അവസാനത്തെ 2 എ ആണ്. അയ്യോ, പടം പിടിക്കാനാണോ സാർ ഇവിടെ വന്നത്? ഇവിടൊക്കെ നല്ല സ്ഥലമാ. ഷൂട്ടിംഗ് താൻ പരമലക്ഷ്യം. ഞാനിപ്പോ സഹ ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ കഥാ തിരക്കഥ സംഭാഷണ രംഗത്തേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. அந்த கோடம்பாக்கத்திலே இருக்க போறது இல்லை. அந்த டோர் திறந்தா தமிழ் ப்ரொடியூசர்ஸ், இந்த டோர் திறந்தா தெலுங்கு ப்ரொடியூசர்ஸ், அந்த ஜனால திறந்தா அங்கேயும் அவர்கள் தான். பட் ஒன் சேஞ்ச் மலையாளம் ப்ரொடியூசர்ஸ். அமைதியான ഒരിടം, ശാന്തമായ ഒരു അന്തരീക്ഷം തേടിയാണ് ഞാൻ ഇവിടെ വന്നത്. സാറിന്റെ പുതിയ ചിത്രം ഏതാണ്? മാൻപേടയ്ക്ക് ഒരു പാവാട. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? എനിത്തിങ് കൂളാ. തണ്ണി കിടക്കുമാ? അയ്യോ, തണ്ണി വേണമെങ്കിൽ പിള്ളേരുടെ അപ്പം വന്നെങ്കിലേ പറ്റൂ. അതല്ല മച്ചി, പച്ചവെള്ളം. സാറിന് ചായ? ബോൺവിറ്റ ഇല്ലയാ തായേ? പോതും പോതും, ചായ പോതും. സർ, മാൻപേടയ്ക്ക് ഒരു പാവാടയിൽ ആരാ നായകൻ? മോഹൻലാലാണോ? മോഹൻലാൽ താ ഇതില് ഹീറോ. നേരാണോ സർ? ഹായ്, എങ്കിൽ പടം ഓടും. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സുമ്മാ കേളുങ്കോ. സാറിന് മദ്രാസ് നല്ല പിടിപാടൊക്കെ കാണുമല്ലോ. ആമാ. അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ഉനക്ക് ഇന്നും വേല കിടക്കവില്ലയാ? ഉൻ ക്വാളിഫിക്കേഷൻ என்ன? BSc സാർ, കെമിസ്ട്രി. BSc-யா? ரொம்ப பிரமாதம். இந்த കേരളാവിലെ BA BSc കാർ വായി നോക്കി നടക്കறீங்களா? അല്ല സാർ, MA MSc വരെ വായി നോക്കി നടക്കുക. അപ്പപ്പാ, എന്നെ കഷ്ടமான കേരള. സാർ ചായ? താങ്ക്സ് തായേ. உனக்கு வந்த புரட்சி தலைவர் திரு அண்ணா நகர் சினிமா ലാബറട്ടറിയിലെ വേല പോതുമാ? എവിടെയായാലും മതി സാറേ. அங்க வந்து 1000 ரூபாய் சம்பளம். சாப்பாடு ഫ്രീ, ബോർഡിംഗ് ഫ്രീ, ലോഡ്ജിംഗ് ഫ്രീ. എന്റെ ഈശോയെ. മതി സാറേ, ധാരാളം മതി. സാറിനെ ദൈവം രക്ഷിക്കും. ഊണ് കഴിച്ചിട്ട് പോയാ മതി സാറേ. അമ്മച്ചി പോയി ഊണ് ശരിയാക്ക്. സാറ് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ? சுத்தமான நான் வெஜிடேரியன். கோழி உண்டு சார். ഞാൻ കുറച്ച് മുട്ടയും കൂടെ വാങ്ങിച്ചോണ്ട്. ഞാനേ அந்த கோழி முட்டை போடாதா? ഇല്ല സാർ, അത് പൂവൻകോഴിയാ. என்ன கஷ்டமான கேரளா. டாக்ஸில போய் வந்துடு. ഇത് കൊള്ളാം. അതെ അതെ, இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ് ആയിരുന്നു. കേരള കോഴി ரொம்ப പ്രമാദം ജാണ്ടി. ഇതിനിടെ ഒരു വീട് അന്വേഷണം നടന്നു. അതാ താമസിച്ചത്. ഒഴിഞ്ഞു കിടക്കുന്ന ഒറ്റ വീടേ ഉള്ളൂ. അവിടെ പ്രേതബാധയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ഇരട്ട കൊലപാതകം നടന്ന വീടാ. മസ്കറ്റ് വില്ല ആണോ? അയ്യോ, അവിടെ രാത്രിയാകുമ്പോ ഉണ്ണുണിച്ചായനെ പെണ്ണമ്മയുടെ അലർച്ച കേൾക്കുമെന്നൊക്കെയാ പറയുന്നത്. இந்த ഭൂതം പ്രേതം പിശാച് ഇതിലൊന്നും എനിക്ക് വിശ്വാസമേ ഇല്ല. ഐ ആം എ പാരാലിസിസ്. പാരാസൈക്കോളജി എന്നാ സാർ ഉദ്ദേശിച്ചല്ലേ? സാർ അവിടെ നിന്ന് കഥ എഴുതുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഇവിടെ അടുത്ത് വേണമെങ്കിൽ ഒരു പീഡിയ മുറി കിട്ടും. പണ്ട് ഒരു ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ബാർബർ ഇപ്പോ സകുടുംബം അങ്ങ് ടൗണിൽ ബ്യൂട്ടി പാർലർ നടത്തുക. എന്നാ മോശமான പേച്ച് ജാണ്ടി. ഞാൻ ഇങ്ങ വന്നത് ക്ഷൗരം പண்றதுக்கா? എന്നാ പിന്നെ സാറിന് ഇഷ്ടം. മസ്കറ്റും ഇല്ലെങ്കിൽ മസ്കറ്റും ഇല്ല. അരുമயான പെയർ മസ്കറ്റ് വില്ല. പ്രമാദമായ ഇടം. അതെ,
ഇതാ വീട്. ആ വന്നാട്ടെ. ഇതാണോ ചാണ്ടുകുഞ്ഞി പറഞ്ഞ ആള്? അതെ, ഒരു പ്രശ്നമില്ല. എല്ലാം എന്റെ ഗ്യാരണ്ടിക്ക് വിട്ടു തന്നാൽ മതി. അഡ്വാൻസ് 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ അറിയാലോ സാർ. ഒരു പ്രോബ്ലം ഇല്ല സാർ. ரொம்ப தேங்க்ஸ். ഓ, ബൈ ദി ബൈ, இந்த ഉണ്ണുണ്ടിയാർ 10-20 വർഷം ഗൾഫിലായിരുന്നു ഉണ്ണുണ്ണിച്ചായ. വയസ്സുകാലത്ത് എടുത്താ പൊങ്ങാത്ത സ്വർണവുമായി ഇവിടെ വന്ന് ഈ മാളികയും പണിത് കഴിയായിരുന്നു. അപ്പുറം എന്നെ നടന്നത്? ഒരു ദിവസം അർദ്ധരാത്രിയിലായിരുന്നു കൊല നടന്നത്. കൊലയാളിയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പടിയാ? കഴുത്തിൽ 8 വെട്ട്. ഭാര്യയ്ക്ക് 1 കുറവും. താക്കോൽ? ഈ മുറിയുടെ താക്കോൽ ഉണ്ണുണ്ണിച്ചായന്റെ അനിയൻ ഈപ്പച്ചന്റെ കയ്യിലാണ്. ഈ റൂമിനകത്തും ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓ, അമേരിക്കയിലെ ഷേക്കിനെ പോലെ അല്ലായിരുന്നോ ജീവിതം? ആരുടെ? ഉണ്ണുണ്ണിച്ചായന്റെ. ഇപ്പൊ ആരിത് കോണർ? ഈ പറഞ്ഞ ഈപ്പച്ചൻ. അയാളും ഗൾഫിലാ. എല്ലാം ഇയാളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മാസാമാസം എനിക്കുള്ളത് അവിടെ നിന്ന് ഡാപ്പറായി ഇങ്ങ് വരും. എന്നെ ഡാപ്പറാ? ബാങ്കിൽ കൊടുക്കാനുള്ളത്. ഓ, ഡ്രാഫ്റ്റ്. അതെ, അതെ. இந்த ஆளு இந்த வயசுல என்ன தமாஷா? രാത്രി ഇവിടെ ഒരു നീല വെളിച്ചം കാണാം. അതെ, ഒരിക്കൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സാറിന് ഭയമില്ലേ? இதுக்கு யார பயப்படணும் மிஸ்டர் ஜாண்டே? ஐ ஆம் கமிங் ஃப்ரம் கோடம்பாக்கம். இதை விட பெரிய പ്രേതങ്ങൾ തങ്ങി ഇരിക്കും ഇടം അത്. എനിക്ക് ഭയമേ ഇല്ല. എന്നാലും പ്രേതങ്ങൾ എന്ന് കേൾക്കുമ്പോ ഞാൻ ഒരു യുക്തിവാദിയാണ്. മിസ്റ്റർ ജാണ്ടേ, മനിതൻ മരിച്ചു വിട്ടാൽ മണ്ണാகிறது. பிரேதம் இல்லை, பிசாஜ் இல்லை. നമുക്ക് ബാർബർ ഷാപ്പ് പോരെ? நோ நோ, பார்பர் ஷாப் பத்தாது. நான் இங்கிருந்து தான் கதா திரைக்கதா எழுத போறேன். நீ கூட ஸ்டே பண்றியா? ഇല്ല, എനിക്ക് പോണം. ഇന്നിവിടെ തങ്ങുമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. அப்படியானால் നീ പോയി വിട്. ആഹാരക്കാര്യത്തിൽ വിഷമിക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവരാം. വെൽക്കം. പ്രമാദமான ഇടം.